ജലീലിന്റെ മദ്രസ പ്രസ്താവന ഇപ്പോൾ ഏറെ സന്തോഷിപ്പിക്കുന്നത് പി.സി. ജോർജിനെയാണ്. തങ്ങൾ ആവർത്തിക്കുന്ന കാര്യങ്ങൾക്ക് തലയാട്ടാൻ ആ സമുദായത്തിൽ നിന്ന് തന്നെ ഒരാൾ വന്നല്ലോ, അതും കെ.ടി. ജലീൽ. സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന ലഹരി കേസുകളിൽ മുസ്ലിം സമുദായത്തെ തിരുത്തണം എന്ന മുൻമന്ത്രിയും തവനൂർ എം.എൽ.എയുമായ കെ.ടി. ജലീലിന്റെ അഭിപ്രായത്തിൽ പ്രതികരണവുമായി ബി.ജെ.പി. നേതാവ് പി.സി. ജോർജ് രംഗത്ത് വന്നിരിക്കുകയാണ്. കെ.ടി. ജലീലും താനും അതുപോലെ തന്നെ ബിഷപ്പും ഒക്കെ പറയുന്നത് ഒരേ കാര്യം തന്നെയാണ് എന്നും പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് ഇത് തന്നെയാണ് പറഞ്ഞത് എന്നാണ് പി.സി. ജോർജിന്റെ ആദ്യത്തെ പ്രതികരണം. തന്നെ അകത്താക്കാനും ഇല്ലാതാക്കാനും ഇറങ്ങിത്തിരിച്ച രാജ്യദ്രോഹികൾക്ക് ഇപ്പോൾ ഏതാണ്ടൊക്കെ തൃപ്തിയായിട്ടുണ്ട്. ജനങ്ങൾ എന്തൊക്കെ അറിയരുത് എന്ന് അവർ ആഗ്രഹിച്ചു, അതുവഴിയെ പോവുകയാണ്. എല്ലാവരും അത് ചർച്ച ചെയ്ത് തുടങ്ങിയെന്നും പി.സി. ജോർജ് തുറന്നടിച്ചിരിക്കുന്നു. താൻ തൊടുത്തുവിടുന്ന ശരങ്ങൾ 100,000-ആയും 100,000-ആയും തൊടുക്കാൻ കെൽപ്പുള്ള ഭാരതീയ ജനതാ പാർട്ടിയും സത്യങ്ങൾ മനസ്സിലാക്കി പ്രതികരിച്ചു തുടങ്ങിയ ഒരു ജനതയും ഇന്ന് കേരളത്തിലുണ്ട്. തനിക്കും കല്ലറങ്ങാട്ട് പിതാവിനുമെതിരെ കേസെടുക്കാൻ ഓടി നടന്ന പ്രതിപക്ഷ നേതാവ്, SDPI, മുസ്ലിം ലീഗ്, യൂത്ത് കോൺഗ്രസ് വെൽഫെയർ പാർട്ടി, PDP തുടങ്ങിയ എല്ലാ പാമ്പിനെയും പഴുതാരെയും താൻ വെല്ലുവിളിക്കുന്നു എന്നാണ് പി.സി. ജോർജിന്റെ പ്രതികരണം. പഴയ സിമി പ്രവർത്തകനും മുൻ മന്ത്രിയും MLA-യുമായ കെ.ടി. ജലീലിന്റെ ഒരു വീഡിയോ കാണാനിടയായി. അയാൾ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് പാലാ രൂപത അധ്യക്ഷൻ കല്ലറങ്ങാട്ട് പിതാവ് കുറച്ച് നാളുകൾക്ക് മുൻപ് പറഞ്ഞത്. ഞാനും കുറെ നാളുകളായി പറയുന്നതും ഇത് തന്നെ. അതായത് എന്നെ അകത്താക്കാനും ഇല്ലാതാക്കാനും ഇറങ്ങിത്തിരിച്ച രാജ്യദ്രോഹികൾക്ക് ഇപ്പോൾ ഏതാണ്ടൊക്കെ തൃപ്തിയായിട്ടുണ്ട്. ജനങ്ങൾ എന്തൊക്കെ അറിയരുത് എന്ന് അവർ ആഗ്രഹിച്ചോ അതുവഴിയേ പോകുന്ന എല്ലാവരും ചർച്ച ചെയ്തു തുടങ്ങി. നിങ്ങൾ ഇരിക്കാൻ പറഞ്ഞാൽ മുട്ടിലും കുനിഞ്ഞും നിൽക്കുന്ന രാഷ്ട്രീയക്കാരെ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. ആരെങ്കിലും നിങ്ങൾക്കെതിരെ നിന്നാൽ അവരെ സംഘടിതമായി ഭീഷണിപ്പെടുത്തി തീർത്ത് കളയുന്ന ആ സ്ഥിരം പരിപാടി അത് തന്റെ അടുത്ത് നടക്കില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് പി.സി. ജോർജ്. ഞാൻ തൊടുത്തുവിടുന്ന ശരങ്ങൾ 100,000-ആയും 100,000-ആയും തൊടുക്കാൻ കെൽപ്പുള്ള ഭാരതീയ ജനതാ പാർട്ടിയും സത്യങ്ങൾ മനസ്സിലാക്കി പ്രതികരിച്ചു തുടങ്ങിയ ഒരു ജനതയും ഇന്ന് കേരളത്തിലുണ്ട്. എനിക്കും കല്ലറങ്ങാട്ട് പിതാവിനുമെതിരെ കേസെടുക്കാൻ ഓടി നടന്നവരൊക്കെ അത്തരക്കാരെയെല്ലാം പാമ്പിനെയും പഴുതാരയ്ക്കും സമമായിട്ടാണ് അദ്ദേഹം ഉപമിച്ചിരിക്കുന്നത്. അവരെയൊക്കെ താൻ വെല്ലുവിളിക്കുന്നു. കെ.ടി. ജലീലിനെതിരെ ഒരു സമാന പരാതി കൊടുക്കാൻ നിങ്ങൾക്ക് തന്റെ ഇടമുണ്ടോ എന്നും ചോദിച്ചിട്ടുണ്ട്. സ്വർണ്ണക്കടത്ത് ഒരു ജില്ലയിൽ മാത്രമാണ് കൂടുതൽ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഒന്ന് തൊട്ടുനോക്ക്. ലവ് ജിഹാദ് ഉണ്ടെന്ന് 1.5 പതിറ്റാണ്ട് മുൻപ് പറഞ്ഞ VS ജീവിച്ചിരിപ്പുണ്ട്. കേസ് കൊടുക്ക്, കേരളത്തിലെ ജയിലുകൾ മതിയാവാതെ വരും നിങ്ങൾക്ക് എന്ന് വളരെ ശക്തമായ ഭാഷയിൽ ആഞ്ഞടിച്ചിരിക്കുകയാണ് പി.സി. ജോർജ്. മുസ്ലിം കുട്ടികളെ വഴിതെറ്റിക്കുന്നത് മദ്രസ വിദ്യാഭ്യാസത്തിന് വെളിപ്പെടുത്തൽ കെ.ടി. ജലീൽ നടത്തിയത് കഴിഞ്ഞ ദിവസമാണ്. സ്വർണം കടത്തുന്നതിന്റെ പേരിൽ പിടിയിലാകുന്നവരിൽ ധാരാളം മുസ്ലിങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞത് വിവാദമായതിന് പിന്നാലെയാണ് മുസ്ലിങ്ങളുടെ നെറ്റിച്ചുളിക്കുന്ന പുതിയ പ്രസ്താവനയുമായി വീണ്ടും ജലീൽ കഴിഞ്ഞ ദിവസം എത്തിയത്. മദ്രസ വിദ്യാഭ്യാസത്തിനെതിരെ പ്രതികരിക്കണമെന്ന ആവശ്യവും അദ്ദേഹം ഉന്നയിച്ചിരുന്നു. ഇപ്പോഴും അദ്ദേഹത്തിന്റെ ആ ഒരു പ്രസ്താവനയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഇങ്ങനെ ഒരു കാര്യം ഇപ്പോൾ ആ സമുദായത്തിൽപ്പെട്ടവരെയാണ് ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചിരിക്കുന്നത്. ജലീലിനെ പോലുള്ള ഒരാൾ എന്താണ് ഇങ്ങനെ മദ്രസ വിദ്യാഭ്യാസത്തെക്കുറിച്ചും മുസ്ലിങ്ങളെക്കുറിച്ചും തുടർച്ചയായി ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നത് എന്ന ചോദ്യം പല ഭാഗത്തു നിന്നും ഉയർന്നു കഴിഞ്ഞു. മദ്രസ വിദ്യാഭ്യാസത്തിന്റെ പോരായ്മകളെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അത് ആ സമുദായത്തിൽപ്പെട്ട ഒരാളാണ് എന്നത് തന്നെയാണ് പുനർചിന്തനം നടത്തേണ്ട സമയം അതിക്രമിച്ചു എന്നൊരു വിലയിരുത്തലിലേക്ക് എത്താൻ കാരണമായത്. മദ്രസ വിദ്യാഭ്യാസം നടത്തിയവരാണ് ഏറ്റവും കൂടുതൽ ലഹരി മരുന്നുമായി പിടിയിലാകുന്നത് എന്നും മയക്കുമരുന്നിനെതിരെ മുസ്ലിം സമൂഹം ഒറ്റക്കെട്ടായി പ്രതികരിക്കണമെന്നും കെ.ടി. ജലീൽ MLA പറയുന്നു. മദ്രസയിൽ പോയി പഠിച്ചിട്ടുള്ളവരാണ് ഏറ്റവും കൂടുതൽ ലഹരി മരുന്നുമായി പിടിയിലാകുന്നത്. പണത്തോടുള്ള അമിതമായ മോഹമാണ് ഇതിന് പ്രധാന കാരണം. ലഹരിക്കടത്തും വിതരണവും ഒരു തെറ്റല്ല എന്ന് അവർ ചിന്തിക്കുന്നു. മദ്രസയിൽ പോയി ധാർമ്മിക മൂല്യങ്ങളെ കുറിച്ച് പഠിച്ചവർ ഇങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്നത് പരിശോധിക്കണം എന്നായിരുന്നു ജലീലിന്റെ വാക്കുകൾ. മലപ്പുറത്ത് നടന്ന ഒരു പരിപാടിക്കിടയിലാണ് ജലീൽ ഇത്തരത്തിൽ പറയാൻ ധൈര്യം കാണിച്ചത്. മറ്റു മതത്തിൽ വിശ്വസിച്ച് ജീവിക്കുന്നവർക്കൊന്നും ലഭിക്കാത്ത രീതിയിലുള്ള മതപഠനവും ധാർമ്മിക ബോധവും മുസ്ലിം സമുദായത്തിലെ കുട്ടികൾക്ക് ചെറുപ്പത്തിലെ നൽകുന്നുണ്ട്. താൻ അത്തരത്തിൽ മദ്രസ വിദ്യാഭ്യാസത്തിന് പോയി വലുതായ ഒരു വ്യക്തി തന്നെയാണ്. തനിക്കൊന്നും ഇത്തരത്തിലുള്ള തെറ്റുകൾ ചെയ്യാനോ അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ പോലും സാധിച്ചിട്ടില്ല എന്നും ജലീൽ പറയുന്നുണ്ട്. എന്നിട്ടും ഇവരൊക്കെ എങ്ങനെ വഴിതെറ്റുന്നു എന്നത് പരിശോധിക്കണം എന്നതാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. ലഹരി വ്യാപനത്തെ തടഞ്ഞില്ല എങ്കിൽ ഭാവിയിൽ വലിയ പ്രത്യാഘാതം ഉണ്ടാകുമെന്നും MLA പറയുന്നു. അതുകൊണ്ട് തന്നെ ഒരു പഠനം നടത്തണം. MDMA കൈവശം വെച്ചതിനും കഞ്ചാവ് കടത്തിയതിനും ഒക്കെ പിടിയിലാകുന്ന വ്യക്തികളെ പരിശോധിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും, അവരെല്ലാവരും മദ്രസകളിൽ പോയിട്ടുണ്ട്. ഇതായിരുന്നു അദ്ദേഹം നടത്തിയ മദ്രസ പ്രസ്താവന. ഈ മദ്രസ പ്രസ്താവനയുടെ ചുവട് പിടിച്ചിട്ടാണ് ഇപ്പോൾ പി.സി. ജോർജ്, കല്ലറങ്ങാട്ട് ബിഷപ്പും പി.സി. ജോർജും ഒക്കെ പറഞ്ഞത് ഒന്ന് തന്നെയാണ്. കെ.ടി. ജലീലിനെതിരെ ഒരു കേസെടുക്കാൻ സാധിക്കുമോ? അതെങ്ങനെ സ്വന്തം സമുദായത്തിൽ നിന്നായിപ്പോയില്ല. എന്തായാലും എല്ലാ പാറ്റകളെയും എല്ലാ പഴുതാരകളെയും പാമ്പുകളെയും ഒക്കെ താൻ വെല്ലുവിളിക്കുന്നു. പോയി VS-നോട് ചെന്ന് VS-നെ ഒന്ന് നോക്ക്, VS അവിടെ ജീവിച്ചിരിപ്പുണ്ട്, അദ്ദേഹമാണ് ആദ്യം ഇതിനെക്കുറിച്ച് പറഞ്ഞത് എന്ന് പി.സി. ജോർജ് ഓർമ്മപ്പെടുത്തുന്നു. എന്തായാലും പി.സി. ജോർജിന് ഇവർക്കെതിരെ പ്രതികരിക്കാൻ അല്ലെങ്കിൽ തന്നെ ദ്രോഹിച്ചവർക്കെതിരെ ശക്തമായി പ്രതികരിക്കാൻ ഒരു നല്ല ആയുധം തന്നെയാണ് കെ.ടി. ജലീലിന്റെ ഈ മദ്രസ പ്രസ്താവന എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.